രജനീയതിലടിയാനെ നീ സുഖമായി കാത്ത കൃപയ്ക്കായി ഭജനീയമ തിരുനാമത്തിൽ ആനന്ദം സ്തുതി മഹത്വം അതിരാവിലെ തിരുസന്നിധി അണയുന്നൊരു സമയേ ആദിയായി നിന്നെ സ്തുതിപ്പാൻ കൃപ അരുളുക യേശു പരമേ. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ പ്രഭാത ധ്യാനത്തിനായി 30-ാം സങ്കീർത്തനം 10-ാം വാക്യം. യഹോവേ കേൾക്കണമേ, എന്നോട് കരുണയുണ്ടാകണമേ, യഹോവേ എൻ്റെ രക്ഷകനായിരിക്കണമേ. സങ്കീർത്തനക്കാരൻ കഴിഞ്ഞകാല കഷ്ടപ്പാടുകളെ അംഗീകരിക്കുകയും ദൈവത്തിൻ്റെ ഇടപെടലിനായുള്ള ആഗ്രഹം പ്രകടിപ്പിക്കുകയും കേൾക്കാനും കരുണ കാണിക്കാനും അവനോട് ആഹ്വാനം ചെയ്യുകയും ചെയ്യുന്നു. ദുരിതകാലത്ത് മോചനത്തിനും പിന്തുണയ്ക്കുമുള്ള ഹൃദയാംഗമായ ഒരു അഭ്യർത്ഥനയാണ് ഇത്. ദൈവം സഹായത്തിൻ്റെ ആത്യന്തിക ഉറവിടമാണെന്ന വിശ്വാസത്തെ ഊന്നി പറയുന്നു. കർത്താവെ കേട്ട് എന്നോട് കരുണ കാണിക്കണമേ എന്ന് പറയുമ്പോൾ ദൈവത്തോടുള്ള നേരിട്ടുള്ള ഒരു അഭ്യർത്ഥനയാണ്. അവൻ്റെ ശ്രദ്ധയും അനുകമ്പയും ഈ വാക്യത്തിലൂടെ അഭ്യർത്ഥിക്കുന്നു. കർത്താവെ എൻ്റെ സഹായിയായിരിക്കണമേ എന്നുള്ളത് വിശ്വാസത്തിൻ്റെ ഒരു പ്രഖ്യാപനവും സങ്കീർത്തനക്കാരൻ്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ സജീവമായ ഇടപെടലിനുള്ള അപേക്ഷയുമാണ്. ദൈവം വെറുമൊരു വിദൂരമുള്ള വ്യക്തിയല്ല, മറിച്ച് ആവശ്യമായ പിന്തുണ നൽകുവാൻ കഴിയുന്ന ഒരു വർത്തമാനകാലവും ശക്തനുമായ സഹായിയാണെന്നുള്ള വിശ്വാസത്തെ ഇത് പ്രകടമാക്കുകയും ചെയ്യുന്നു. നിലവിളിക്കുമ്പോൾ സഹായഹസ്തമായി കടന്നു വരുന്ന കർത്താവിൽ നമുക്ക് പൂർണ്ണമായി വിശ്വസിക്കാം. പ്രാർത്ഥിക്കാം. കർത്താവെ, എൻ്റെ പ്രതിസന്ധികളിൽ എൻ്റെ നിലവിളി കേട്ട് എനിക്ക് ഉത്തരം അരുളണമേ. മഹത്വം നീ എടുക്കണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമീൻ.